ഒരു ഡോക്ടർ ആകണമെന്നുള്ളത് ഇന്ത്യയിലെ ആയിരക്കണക്കിന് സ്റ്റുഡൻസിന്റെ ഒരു ഡ്രീമാണ്. പക്ഷെ നീറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് പല സ്റ്റുഡൻസ് MBBS വെളിയിൽ പോയി പഠിക്കുന്നു. റഷ്യ, ജോർജിയ, കസക്കിസ്ഥാൻ, ഫിലിപ്പീൻസ് ഇങ്ങനെയുള്ള കൺട്രീസിലേക്ക് വർഷം തോറും ആയിരക്കണക്കിന് ഇന്ത്യൻ സ്റ്റുഡൻസ് പോകാറുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? ഫോറിൻ MBBS എടുത്താൽ ഇന്ത്യയിൽ ഡോക്ടറായി വർക്ക് ചെയ്യാൻ പറ്റുമോ? അവിടെ സ്റ്റുഡൻസ് നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? ഇന്നത്തെ വീഡിയോയിൽ ഇതെല്ലാം സിമ്പിളായി നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തിനാണ് സ്റ്റുഡൻസ് എബ്രോഡ് പോകുന്നത്? മെയിൻ റീസൺ എന്താണെന്നറിയാമോ? നീറ്റ് കോമ്പറ്റീഷൻ. എവറി ഇയർ ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് നീറ്റ് എഴുതുന്നുണ്ട്. പക്ഷെ ഗവൺമെന്റ് MBBS സീറ്റ് ആണെങ്കിൽ വളരെ കുറവാണ്. കട്ട് ഓഫ് വളരെ ഹൈ ആയതുകൊണ്ട് പല സ്റ്റുഡൻസിനും സീറ്റ് കിട്ടുന്നില്ല. അപ്പോൾ പ്രൈവറ്റ് കോളേജ് ഓപ്ഷൻ നോക്കുവാണെങ്കിലോ, ഫീ കേട്ടാൽ ഉടനെ തന്നെ ഷോക്കായി. ചില കോളേജിൽ MBBS കംപ്ലീറ്റ് ചെയ്യാൻ 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ചെലവ് വരാം. അതുകൊണ്ടാണ് പല മിഡിൽ ക്ലാസ് ഫാമിലീസും എബ്രോഡ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. റഷ്യ, ജോർജിയ, കസഖ്സ്ഥാൻ പോലുള്ള കൺട്രീസിൽ വളരെ കുറഞ്ഞ ഫീസിൽ MBBS പഠിക്കാൻ സാധിക്കും. ബട്ട് എബ്രോഡ് ലൈഫ് ഇൻസ്റ്റഗ്രാം റീല് കാണുന്ന പോലെ ഈസി അല്ല. പല സ്റ്റുഡൻസും അവിടെ വലിയ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചലഞ്ച് ലാംഗ്വേജ്. പേഷ്യൻസ് ലോക്കൽ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, എല്ലാ ഫോറിൻ യൂണിവേഴ്സിറ്റിയിലും സെയിം ക്വാളിറ്റി അല്ല. ചില യൂണിവേഴ്സിറ്റിയിൽ വളരെ നല്ല എഡ്യൂക്കേഷൻ നൽകും, പക്ഷെ ചിലയിടങ്ങളിൽ പ്രാക്ടിക്കൽ എക്സ്പോഷർ ഭയങ്കര കുറവായിരിക്കും. ഇന്ത്യയിലെ പോലെ ഹ്യൂജ് പേഷ്യൻസ് ഇന്ററാക്ഷൻ പല കോളേജുകളിൽ കിട്ടണമെന്നില്ല. യുക്രൈൻ വാർ പോലുള്ള സിറ്റുവേഷൻ സ്റ്റുഡൻസിന്റെ സ്റ്റഡീസിനെ വളരെയധികം അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് കൺട്രീസ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പർ റിസർച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ MBBS പഠിക്കുന്നത് വളരെ കോമ്പറ്റീറ്റീവ് ആണ്. പക്ഷേ പേഷ്യൻസ് എക്സ്പോഷർ വളരെ സ്ട്രോങ് ആയിരിക്കും. ഡോക്ടേഴ്സ് പ്രാക്ടിക്കലായി കൂടുതൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യും. ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ ഇൻഫ്രാസ്ട്രക്ചർ വളരെ ബെറ്റർ ആയിരിക്കും. ടീച്ചിങ് സ്റ്റൈൽ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ ക്ലിനിക് എക്സ്പോഷർ യൂണിവേഴ്സിറ്റി അനുസരിച്ച് മാറും. അതുകൊണ്ട് എബ്രോഡ് MBBS എന്നൊരു വേർഡ് കേട്ടുകൊണ്ട് മാത്രം ഡിസിഷൻ എടുക്കരുത്. യൂണിവേഴ്സിറ്റി റെക്കഗ്നീഷൻ, ഹോസ്പിറ്റൽ ട്രെയിനിങ്, റാങ്കിങ് എന്നിവയെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രം ഡിസിഷൻ എടുക്കുക. ഇപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഫോറിൻ MBBS കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഡോക്ടറായി വർക്ക് ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. പക്ഷെ ഡിഗ്രി മാത്രം മതിയാവില്ല. സ്റ്റുഡൻസ് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ ലൈസൻസ് എക്സാം ക്ലിയർ ചെയ്യണം. നേരത്തെ FMGE എക്സാം ആയിരുന്നു. ഇപ്പോൾ നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് ക്ലിയർ ചെയ്യണം. സോ എബ്രോഡ് MBBS നല്ലൊരു ഓപ്ഷൻ ആകാം. പക്ഷെ അതൊരു ഈസി ഷോർട്ട് കട്ട് ഒരിക്കലുമല്ല. ശരിയായ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാതെ പോയാൽ അത് ഫ്യൂച്ചറിൽ നല്ലപോലെ അഫക്റ്റ് ആവും. കൺട്രി മാത്രം നോക്കരുത്. എല്ലാം പ്രോപ്പറായി റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക.